ഇന്ന് റിലീസായ മലയാള സിനിമയാണ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. പലരും അറിഞ്ഞു കാണത്തില്ല. സൈജു കുറുപ്പാണ് ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ടൈറ്റിൽ ക്യാരക്ടറായ ഗോഡ് ദൈവമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സണ്ണി വെയിനാണ്. ഫെബി ജോർജ്, അദ്ദേഹം നവാഗത സംവിധായകനാണെന്ന് തോന്നുന്നു. അദ്ദേഹം തന്നെയാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നതും സംവിധാനം ചെയ്തതും. ഇതിനൊരു ജോണർ പക്ക ഫാൻറ്റസിയാണ്. ഒരു ഫാൻറ്റസി ഡ്രാമ, ഫാൻറ്റസി ഫീൽ ഗുഡ് സിനിമ എന്ന് വേണം പറയാം. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം പടം വർക്കായി. ഇതിൻ്റെ ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മേക്കിംഗ് ഒക്കെ ഭയങ്കര അമച്വറിഷാണ്. ഡയറക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം കുറേ മുന്നോട്ട് വരാനുണ്ട്. അതൊരു പക്ഷേ ബഡ്ജറ്റ് പരിമിതികളുണ്ടാവാം. പക്ഷെ അത് മാത്രമല്ല, അല്ലാതെയും ചെറിയ ചെറിയ പോരായ്മകൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ഗോഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എൻട്രിക്ക് ശേഷം ഈ ഒരു ട്രാവൽ പരിപാടിയുണ്ട്, ഒരു റോഡ് മൂവി, ചെറിയൊരു റോഡ് മൂവി, ഒരു സിറ്റിയിലെ തന്നെ ഒരു നടത്തുന്ന സഞ്ചാരമുണ്ട്. അവിടെ തൊട്ട് പടം അപ്പാവുകയാണ്. റൈറ്റിംഗ് ഭയങ്കരമായിട്ട് അപ്പാവുന്നുണ്ട് അവിടെ തൊട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മേക്കിംഗ് കുറച്ച് താഴോട്ടാണെന്ന് തോന്നിയെങ്കിലും റൈറ്റിംഗ് അടിപൊളിയായിട്ട് തോന്നി. ഇപ്പം പല സിനിമകളിൽ നിന്ന് റെഫറൻസ് ഒക്കെ തോന്നുമെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. നല്ല ഒരു ഫീല് നമുക്ക് പലയിടത്തും വരും, പല സീനിലും. ചിലതൊക്കെ കുറച്ച് ഫോഴ്സ്ഡായിട്ട് തോന്നുമെങ്കിലും മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പം റൈറ്റിംഗ് കൊള്ളാം, ആ ഒരു ഫീലാണ്. എസ്പെഷ്യലി ഇതിൽ മറ്റേ ഇൻ്റർവെൽ സീനോടനുബന്ധിച്ചൊരു, പിന്നെ അതാണ് അവസാനം വരെ വരുന്നൊരു ഒരു ആക്ടുണ്ട്. നമ്മുടെ തണ്ണീർമത്തനിലൊക്കെ മാത്യുവിൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച, എനിക്കത് അദ്ദേഹത്തിൻ്റെ പേരറിയത്തില്ല, ക്ഷമിക്കണം, പുള്ളി, അവരുടെ ഒരു ട്രാക്ക് വരുന്നുണ്ട്, മണികണ്ഠൻ പട്ടാമ്പി ഒക്കെ ഉള്ള. അപ്പം ആ ഒരു ട്രാക്ക് കൊള്ളായിരുന്നു. അത് നമുക്ക് നല്ല ഫീൽ വരുന്ന പല മൂമെൻറ്റ്സൊക്കെ അവിടെ ഉണ്ട്. പിന്നെ സൈജു കുറുപ്പ്, പുള്ളി അടിപൊളി പെർഫോമറാണ്. ഇപ്പോൾ ഈ അവസാനമായിട്ട് ഇറങ്ങിയ അഭിലാഷവും ഇപ്പോൾ ഒരുപാട് പോസിറ്റീവ് വരുന്നതിൻ്റെ കാരണം അത് ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസാണ് മെയിൻ പങ്ക്. ഇതും അതുപോലെ തന്നെയാണ്. പുള്ളി എഴുതി വെച്ചിരുന്ന സ്ക്രിപ്റ്റിനെ പുള്ളി അപ്പാക്കിയിട്ടുണ്ട് പല സ്ഥലത്തും, പുള്ളിയുടെ ചെറിയ ചെറിയ സ്ലൈറ്റ് ഹ്യൂമർ പരിപാടികളിലൂടെയൊക്കെ. അതാണ് എനിക്ക് അകത്തൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. എന്നാലൊരു തിയേറ്റർ മസ്റ്റ് വാച്ച് ഒന്നുമല്ല. പക്ഷേ OTT ഒക്കെ വന്നു കഴിയുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ കൊള്ളാലോ, നല്ലൊരു സിനിമയാണ്. ഇപ്പോൾ അഭിലാഷം പറയത്തില്ല, ആ ഒരു ഫീൽ കിട്ടും. ഇതേ അഭിലാഷം തിയേറ്ററിൽ പോയി ഇപ്പോൾ പോസിറ്റീവ് പറയുന്നവർ വന്ന് കണ്ടാൽ അവർക്ക് വലിയായിട്ട് വർക്കാവണമെന്നില്ല. കാരണം ഇതൊന്നും നമുക്ക് തിയേറ്റർ വാച്ചായിട്ട് പൈസയും സമയവും അങ്ങനെ മുടക്കി ഒരു വലിയ ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനത്തെ പരിപാടി പോയി കാണാനുള്ള പടമല്ല. ഇതൊക്കെ OTT വന്നു കഴിയുമ്പോൾ വർക്കാവുന്ന ടൈപ്പ് പടങ്ങളാണ്. അഭിലാഷമായാലും ഇതായാലും ഒക്കെ. ഭരതനാട്യം അങ്ങനെയല്ല. ഭരതനാട്യം എനിക്ക് തിയേറ്ററിൽ തന്നെ കാണാനുള്ള ഒരു കോമഡി പടമായിട്ട് തോന്നി സൈജു കുറുപ്പിൻ്റെ. അപ്പോൾ പറയാനുള്ളത് സൈജു കുറുപ്പ് ഒരു ഹീറോ, സൈജു കുറുപ്പ് എന്നുള്ളൊരു ഫാക്ടറിൽ അദ്ദേഹം മിനിമം ഗ്യാരണ്ടി സിനിമ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആകെ ഒരു അക്കൂട്ടത്തിൽ ഓട് വൺ ഔട്ടായിട്ടുള്ളത് പാപ്പച്ചനൊളിവിലാണ്. ബാക്കിയെല്ലാം നല്ല സിനിമകളാണ്. അക്കൂട്ടത്തിൽ തന്നെ പെടുത്താൻ സിനിമയാണ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡും. എനിക്ക് പേഴ്സണലി വർക്കായി. ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ഓവർ ഡ്രാമാറ്റിക് ആണെങ്കിലും വലിയ കുറ്റമൊന്നും പറയാനില്ല. മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മ്യൂസിക് ഷാൻ റഹ്മാൻ്റെ മ്യൂസിക് തീരെ മടുപ്പായിട്ടാണ് തോന്നിയത്. ആകത്തൊക്കെ ഒരു നല്ല സിനിമ കണ്ട ഫീൽ കിട്ടി. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3 out of 5 ആണ്.